എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മഷ്റൂം ചില്ലിയുടെ റെസിപ്പിയാണ്. ഗൈസ്, ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ചാനലിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ മഷ്റൂം ചില്ലി തയ്യാറാക്കാനായി ഞാനിവിടെ 400 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ സൈസിലുള്ള മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മഷ്റൂമിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് കളറിലെ ഡോട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അഥവാ അതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഡോട്ടൊന്നും ഇല്ല, നല്ല ക്ലീൻ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ നമ്മുടെ മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ മഷ്റൂം ഒരെണ്ണം ഇങ്ങനെ 2 പീസാക്കിയിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഒത്തിരി ചെറുതാക്കി എടുത്തിട്ടില്ല. എന്നാലേ നമ്മൾ ചില്ലി ഉണ്ടാക്കുന്ന ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മാരിനേഷനായിട്ട് ഒരു ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് സോയാ സോസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ലൂസോ ഒരുപാട് തിക്കോ ആവാൻ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം ക്രിസ്പി ആവില്ല. അപ്പം ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലാണ് നമ്മൾ മഷ്റൂം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഞാനൊരു കടായിലേക്ക് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ മഷ്റൂമും ആ ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും ക്യാപ്സിക്കവും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഷെസ്വാൻ ചട്നിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചിങ്സിൻ്റെ ഷെസ്വാൻ ചട്നിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ആഡ് ചെയ്യാം. സ്പൈസിനെസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അഥവാ നിങ്ങളുടെ ഒരു ഷെസ്വാൻ ചട്നി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി സോസോ ചില്ലി ഗാർലിക് സോസോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷെസ്വാൻ ചട്നിയും ഗ്രീൻ ചില്ലി സോസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ 2 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്ലേവർ ആവശ്യം അതനുസരിച്ച് സോസുകൾ മാറ്റം വരുത്തുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസുകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാൻ പക്ഷേ ഇവിടെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല.
ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോറും വെള്ളവും മിക്സ് ചെയ്ത മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത വെള്ളവും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒരു ഗ്രേവി ആവും. അതിനായിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്താലേ നമ്മൾ മഷ്റൂം ആഡ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ബൈൻഡായിട്ട് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. കോൺഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കൂ, ഇത് കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട, ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് മഷ്റൂംസ് എല്ലാം. ഇനി നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവിയും ഈ ഫ്രൈ ചെയ്ത മഷ്റൂമും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മഷ്റൂം ഇടുന്നതിന് മുന്നേ ഗ്രേവിയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന സോസുകളിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സോസുകളും മഷ്റൂമും എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഈവനായിട്ട് നന്നായിട്ട് നമ്മുടെ ഗ്രേവി സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് മഷ്റൂമിലേക്ക് പിടിക്കാനായിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂം ചില്ലി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് കുരുമുളക് പൊടിയൊന്ന് ഇതുപോലെ തന്നെ വിതറി കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് മതി. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നോക്കൂ ഗൈസ്, നമ്മുടെ മഷ്റൂം ചില്ലി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സത്യമായിട്ടും ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ ഒരു പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.